നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും NHSന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് അറിയാമല്ലോ, UK ഒരു വിസ ലഭിക്കണമെങ്കിൽ നമ്മൾ VFS ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് അവിടെ പോയി നമ്മൾ ബയോമെട്രിക് ചെയ്യണം. അത് കഴിഞ്ഞാണ് നമ്മുടെ വിസ അപ്രൂവൽ കിട്ടുന്നത്. അതായത് UK നിന്ന് നമ്മളൊരു COS കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിസ ആപ്ലിക്കേഷൻ കൊടുക്കണം. വിസ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് നമ്മൾ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് കൊച്ചിയിലെ VFS ഓഫീസിൽ, അല്ലെങ്കിൽ ഏത് VFSലാണ് നിങ്ങൾ പോകുന്നത് അവിടുത്തെ VFS ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് കഴിയുമ്പോഴാണ് വിസ സ്റ്റാമ്പ് ചെയ്തത്. അന്നേരം ഈ VFS ഓഫീസുകളിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന് കാരണമായിട്ട് ഞാൻ പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് പേര് പറയുന്നത് അവർ VFS ഓഫീസുകളിൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരെ കൊണ്ട് നിർബന്ധിച്ച് പ്രീമിയം ലോഞ്ച് എടുപ്പിക്കുകയും അങ്ങനെ 4500 രൂപയോളം അതിന്റെ ഫീസായിട്ട് എടുക്കുകയും ചെയ്യുന്നു. കാരണം ഇത് നമുക്ക് എടുക്കണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ ഈ VFSൽ പോകുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ വിസ ഫീസും അല്ലെങ്കിൽ പ്രയോറിറ്റി ആണെങ്കിൽ അതിന്റെ 50,000 രൂപ എക്സ്ട്രാ ഒക്കെ അടച്ചാണ് നമ്മൾ VFSലേക്ക് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് ഓൺലൈൻ നമുക്ക് കൊറിയർ വേണമെങ്കിൽ അതിനുള്ളതൊക്കെ അടയ്ക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ പലരും നമ്മുടെ അടുത്ത് പറഞ്ഞത് അങ്ങനെ കൊറിയറിന്റെ ഫീസ് അടച്ചിട്ട് അവിടെ ചെന്നാലും അവർ നിർബന്ധിച്ച് വീണ്ടും നമ്മളെ കൊണ്ട് അടപ്പിക്കുകയും പിന്നെ അത് റീഫണ്ട് ചെയ്യും എന്ന് പറയുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു കുട്ടി ഇതേപോലെ VFSൽ അപ്പോയിന്റ്മെന്റ് ചെന്നപ്പോൾ ആ കുട്ടി പറഞ്ഞു, ആ കുട്ടിക്ക് നോർമൽ മതി, അല്ല പ്രീമിയം ലോഞ്ച് ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവര് നിർബന്ധിച്ച് ആ കുട്ടിയെ കൊണ്ട് 4550 പൗണ്ട് അടപ്പിക്കുകയും പ്രീമിയം ലോഞ്ച് സൗകര്യം കൊടുക്കുകയും ചെയ്യും. കാരണം ഈ പ്രീമിയം ലോഞ്ച് സൗകര്യമൊക്കെ നല്ല സൗകര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അത് ആവശ്യമില്ലാത്തവരെ നിർബന്ധിച്ച് പിടിച്ചേൽപ്പിക്കുന്നത് എന്തിനാണ്? കാരണം നോർമൽ ഒരു കൊറിയർ സർവീസിന് 675 രൂപ മാത്രമാണ് VFSന്റെ വെബ്സൈറ്റിൽ അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് മേടിപ്പിക്കാതെ ആ കുട്ടിയെ കൊണ്ട് നിർബന്ധിച്ച് പ്രീമിയം ലോഞ്ച് എടുപ്പിക്കുകയും ഏകദേശം 4500 ഫീസ് അടപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് VFSൽ ചെല്ലുന്ന എല്ലാവരെയും കൊണ്ട് അവർ എടുപ്പിക്കുന്നത് ഒരു ബ്രോൺസ് പാക്കേജ് ആണ്. അത് ഏകദേശം 1450 പൗണ്ടാണ്. അതിനകത്ത് അവർ കൊറിയറും അത് കൂടാതെ ഒരു സിമ്മും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പാക്കാണ്. അത് സാധാരണ എല്ലാവരും എടുക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കൂടിയ പാക്കേജ്. നമ്മൾ VFSൽ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ആപ്ലിക്കേഷൻ കറക്റ്റ് ആണെന്നുള്ള ഉറപ്പ് വരുത്തുക. ഒരു 3-4 പ്രാവശ്യം അത് ചെക്ക് ചെയ്യുക. അതുകൂടാതെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചെക്ക് ലിസ്റ്റ്. നമ്മളൊരു വിസ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ അവരൊരു ചെക്ക് ലിസ്റ്റ് തരും. ആ ചെക്ക് ലിസ്റ്റിലുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കാരണം ആ ചെക്ക് ലിസ്റ്റാണ് ഇമ്പോർട്ടൻറ്റ്. ആ ചെക്ക് ലിസ്റ്റിനകത്ത ഡോക്യുമെൻറ്റ്സ് ഇല്ലെങ്കിൽ അവർക്ക് നമ്മുടെ വിസ റിജക്റ്റ് ആക്കാം, അല്ലെങ്കിൽ പിന്നീട് നമുക്ക് വിസ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് പറഞ്ഞ് ചോദിക്കാം. അന്നേരം അത് കൂടാതെ നമ്മൾ അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ ഉണ്ടല്ലോ, കഴിയുന്നതും നമ്മുടെ VFSൽ അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ തന്നെ അപ്ലോഡ് ചെയ്താലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് VFSൽ ചെല്ലുമ്പോൾ കൂടുതൽ സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. അതല്ല, നമ്മൾ VFSൽ കൊണ്ടുവന്നാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ അവർ 1200 രൂപയോളം അതിനുവേണ്ടി ചാർജ് ചെയ്യുന്നുണ്ട്. അന്നേരം കഴിയുന്നതും നമ്മൾ തന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ നമ്മുടെ അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഇമെയിലിൽ ഒന്ന് നോക്കുക. അന്നേരം നമുക്ക് അതിനകത്ത് കാണിക്കും നമ്മൾ ഏതൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതെന്ന് കാണിക്കും. അന്നേരം ഈ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ ചെക്ക് ലിസ്റ്റൂടെ വെച്ചുകൊണ്ടൊന്ന് കമ്പയർ ചെയ്യുക. ചെക്ക് ലിസ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. കാരണം ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നമ്മുടെ വിസ ആപ്ലിക്കേഷനകത്ത് ഡിലേ വരത്തില്ല. പിന്നീട് വിസ ആപ്ലിക്കേഷൻ ആ കേസ് വർക്കർ എടുക്കുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ഡോക്യുമെൻറ്റ്സ് ചോദിക്കേണ്ടതായിട്ട് വരത്തില്ല. ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ, നമ്മൾ തന്നെ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിന് VFSലുള്ള സൗകര്യമുണ്ട്. അതിന് 1200 രൂപയാണ് കൊടുക്കേണ്ടത്. പക്ഷേ നമ്മൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാതെ നമ്മുടെ കേസ് വർക്കർ പുതിയ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് പറഞ്ഞ് നമുക്ക് ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് നമ്മുടെ വിസ ആപ്ലിക്കേഷന് ഡിലേ ഒരുപാട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കഴിയുന്നതും നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ക്ലിയറായിട്ട് സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ ക്ലിയറായിട്ട് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാം അപ്ലോഡ് ചെയ്തിട്ട് അതെല്ലാം ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. കാരണം അതിനകത്തൊരു ടിക്ക് ബോക്സ് ഉണ്ട് ചെക്ക് ലിസ്റ്റിനകത്ത്. അതൊന്ന് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്തെന്ന് ഉറപ്പ്. VFSലെ വിവിധ സേവനങ്ങളുടെ എത്രയാണ് ഫീസ് എന്നുള്ളതാണ്. അത് അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ കൂടി ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. കൊടുത്തേക്കുന്നത് VFSന്റെ വെബ്സൈറ്റിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അവരുടെ സർവീസുകളെല്ലാം തന്നെ, അതിൻ്റെ എത്ര വെച്ച് എക്സ്പെൻസ് ആകും എന്നുള്ളത്. ഇനി നമുക്ക് ഓരോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തത് ഗോൾഡ് പ്രീമിയം പാക്കേജാണ്. അതിന് 5950 രൂപയാണ് വരുന്നത്. അതിനകത്ത് പ്രീമിയം ലോഞ്ചിൽ വരുന്ന എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ഡോക്യുമെൻറ്റ് സ്കാനിങ് അസിസ്റ്റൻസ് കിട്ടും, ഓട്ടോമാറ്റഡ് കോൾ ബാക്ക് സർവീസ്, ആപ്ലിക്കേഷൻ ആൻഡ് ഡോക്യുമെൻറ്റ് ചെക്ക് ഒക്കെ ഉണ്ട്. അന്നേരം നല്ലൊരു സർവീസാണ്. താല്പര്യമുള്ളവർക്ക് അത് എടുക്കാവുന്നതാണ്. അന്നേരം നമുക്ക് അവിടെ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഒക്കെ കിട്ടും അവിടെ ചെല്ലുമ്പോൾ. അതായത് നമുക്ക് പ്രീമിയം ലോഞ്ചിൽ പോയി ഇരിക്കാം. അന്നേരം അവിടെ ഡ്രിങ്കും കാര്യങ്ങളൊക്കെ അവർ തരുന്നുണ്ട്. അതിന് അത്രയും രൂപയാണ്. അത് കഴിഞ്ഞ് വരുന്നത് പ്രീമിയം ലോഞ്ചാണ്. പ്രീമിയം ലോഞ്ചിനാണ് ഇപ്പോൾ അവരെല്ലാവരെയും നിർബന്ധിച്ച് പിടിച്ച് ഏൽപ്പിക്കുന്നത്. 3750 രൂപയാണ് വരുന്നത്. അതിനകത്തൊരു സെപ്പറേറ്റ് ലോബിയിൽ നമുക്ക് പേഴ്സണൽ സർവീസ് കിട്ടും, റിഫ്രഷ്മെൻറ്റ്സ് ഡ്രിങ്ക് കിട്ടും, SMS അലർട്ട് കിട്ടും, പിന്നെ ഫോട്ടോ കോപ്പിംഗ് സർവീസൊക്കെ കിട്ടുന്നതാണ് അവിടെ. പിന്നെ ട്രാവൽ മെഡിക്കൽ ഇൻഷുറൻസ് കിട്ടും 7 days.
പിന്നെ ഡിജിറ്റൽ ആപ്ലിക്കേഷൻ സബ്മിഷനാണ്, അതിന് 3250 രൂപയാണ് വരുന്നത്. നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഡിജിറ്റൽ ആപ്ലിക്കേഷൻ സർവീസിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ നേരായിട്ട് കറക്റ്റായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നത് കൊണ്ട്. ഇതിപ്പോൾ ഇവർ ഡിജിറ്റൽ ആപ്ലിക്കേഷൻ സബ്മിഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ആപ്ലിക്കേഷന് വേണ്ടി നമുക്ക് അവരുടെ ടീം മെമ്പർ നമ്മളെ വിളിച്ചിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ എല്ലാം സെറ്റ് ചെയ്ത് തരും, ആപ്ലിക്കേഷൻ കൊടുക്കാനും. അതുപോലെ തന്നെ അവിടെ നമ്മുടെ അപ്പോയിൻമെൻറ്റ് പെട്ടെന്ന് അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന രീതിയിലാണ്. പിന്നെ നമ്മൾ ബ്രോൺസ് പ്രീമിയം പാക്കേജാണ്. ഇതാണ് നമ്മുടെ നാട്ടിലെ സാധാരണ എല്ലാവരും എടുക്കുന്നത്. 1450 രൂപയാണ് ഇതിന് വരുന്നത്. ഇതിനകത്ത് ഓട്ടോമാറ്റിക് കോൾ ബാക്ക് സർവീസ് ഉണ്ട്. അതിന് നമുക്ക് പിന്നെ കൊറിയറോട് ഉൾപ്പെടുത്തിയാണ് 1450 പൗണ്ടിന് വരുന്നത്. ഡോക്യുമെൻ്റ് ആൻഡ് ആപ്ലിക്കേഷൻ ചെക്ക് അതൊന്നും അവർ ചെയ്യാറില്ല. പക്ഷേ എല്ലാവരും ഇങ്ങനെ 1450 രൂപ അവർ മേടിക്കുമ്പോൾ അതിനകത്ത് അവർ കൊറിയർ സർവീസും നമുക്കൊരു സിം കാർഡ് തരുന്നതായിരിക്കും. പിന്നെ പ്രൈം ടൈം അപ്പോയിൻമെൻ്റ് ആണ് അടുത്തത് വരുന്നത്. അത് നമുക്ക് നോർമൽ സമയത്ത് നമുക്ക് പറ്റത്തില്ലെങ്കിൽ ഓഫീസ് ടൈം അല്ലാത്തപ്പോൾ എടുക്കാൻ വേണ്ടിയുള്ളതാണ്. അതിന് ഏകദേശം 3850 രൂപയാണ് വരുന്നത്. അത് കഴിഞ്ഞുള്ളത് ഈ പാസ്പോർട്ട്. നമുക്ക് പാസ്പോർട്ട് നമ്മുടെ കയ്യിൽ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്പോർട്ട് നമ്മുടെ കയ്യിൽ വെക്കാം. അതിന് 3750 രൂപയാണ് അതിൻ്റെ അതുക്കുള്ളത്. അതായത് നമ്മുടെ ഡിസിഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ പാസ്പോർട്ട് കൊടുത്താൽ മതി. അന്നേരം അവർ അതിനകത്ത് നമ്മുടെ ഡിസിഷൻ അതിനകത്ത് അവർ ആഡ് ചെയ്ത് തരും, അതായത് നമ്മുടെ സ്റ്റാമ്പ് ചെയ്ത് തരും. അതുവരെ നമുക്ക് പാസ്പോർട്ട് നമ്മുടെ കയ്യിൽ വെക്കാം. അതിന് 3750 രൂപയാണ് വരുന്നത്. പിന്നെ അത് ഡോക്യുമെൻറ്റ് സ്കാനിങ് അസിസ്റ്റൻസ് ഇപ്പോൾ 1200 രൂപയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഡോക്യുമെൻ്റ് എല്ലാം നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ അവർ നമുക്ക് വേണ്ടി അത് അപ്ലോഡ് ചെയ്ത് തരും. അതിന് 1200 രൂപയാണ്. അന്നേരം നിങ്ങളിപ്പോൾ ഏജൻസി വഴിയൊക്കെ ചെയ്യുമ്പം നമ്മൾ സ്വന്തമായിട്ട് തന്നെ അത് ചെയ്യാൻ നോക്കുക ഏജൻസി വഴി. പിന്നെ കൊറിയർ സർവീസ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ കൊറിയർ പ്ലസ് മാത്രം എടുത്താൽ മതി. അതിന് 850 രൂപയാണ് വരുന്നത്. ഈ കൊറിയർ പ്ലസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാസ്പോർട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ അവർ നമുക്ക് വീട്ടിലായിട്ട് അയച്ചു തരും. അതിനൊരു ഇൻഷുറൻസും ഒക്കെ ഉണ്ട് അതിനകത്ത്. പിന്നെ നോർമൽ കൊറിയർ സർവീസ് ഇപ്പോൾ അവർ നമുക്ക് ചെയ്തു തരുന്ന ഈ നോർമൽ കൊറിയർ സർവീസാണ്. അതിന് 675 രൂപയാണ്. നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഡിസിഷൻ വന്നു കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലോട്ട് അവരത് അയച്ചു തരും. പിന്നെ എക്സ്റ്റൻഡ് ഹവേഴ്സ് പാസ്പോർട്ട് കളക്ഷൻ. നേരത്തെയൊക്കെയാണ് നമുക്ക് VFS നിന്ന് ഡയറക്റ്റ് പാസ്പോർട്ട് കളക്ട് ചെയ്യായിരുന്നു കൊറിയറിന് പൈസ കൊടുക്കാതെ. ഇപ്പോൾ അത് എക്സ്റ്റൻഡ് ഹവേഴ്സ് ഉണ്ട്. അതായത് അവരുടെ നോർമൽ ഓഫീസ് ടൈം അല്ലാതെ അത് കഴിഞ്ഞുള്ള സമയത്ത് അവിടുന്ന് കളക്ട് ചെയ്യുന്നതിന് 650 രൂപയാണ് അതിനവർ ചാർജ് ചെയ്യുന്നത്. അന്നേരം പിന്നെ ഉള്ളത് ഡോക്യുമെൻ്റ് ആൻഡ് ആപ്ലിക്കേഷൻ ചെക്ക് ഉണ്ട്. 600 രൂപയാണ് അതിന് കൊടുക്കേണ്ടത്. 600 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ അവർ ചെക്ക് ചെയ്യും. അതിനകത്ത് ഡോക്യുമെൻറ്റ്സ് എല്ലാം ചെക്ക് ചെയ്യും, എല്ലാം കറക്റ്റായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ, ആപ്ലിക്കേഷൻ എല്ലാം കറക്റ്റ് ആണോ. പിന്നെ ഓട്ടോമേറ്റഡ് കോൾ ബാക്ക് സർവീസ് ഉണ്ട്. അതിന് 235 രൂപയാണ്. അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. നമുക്ക് SMS സർവീസ് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അതിന് 195 രൂപയാണ്. അന്നേരം നമുക്ക് നമ്മുടെ ഡിസിഷനും കാര്യങ്ങളും ഒക്കെ SMS ആയിട്ട് വരും. അത് നല്ലൊരു കാര്യമാണ്, നമുക്കത് ചെയ്യാവുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോ കോപ്പിങ് നമുക്ക് ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഫോട്ടോ കോപ്പി ചെയ്യുകയാണെങ്കിൽ 10 രൂപയാണ് അവിടെ ചാർജ് വരുന്നത്. ഇത്രയും സർവീസുകളാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അന്നേരം ഇതിൻ്റെ എല്ലാം റേറ്റ് നിങ്ങൾക്കറിയാമല്ലോ. അന്നേരം അവർ വന്ന് നമ്മളെ നിർബന്ധിച്ച് നമ്മൾ മറ്റേതെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ പറയുക നമുക്കതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇത്രയും ആവശ്യമുള്ളെന്ന് പറഞ്ഞാൽ മതി. ഒരു കാര്യം മനസ്സിലാക്കുക, VFSലെ ഓപ്ഷൻസ് നമ്മളുടെ താല്പര്യമാണ്, നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ അവരുടെ താല്പര്യത്തിനല്ല നമ്മൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് പ്രീമിയം പാക്കേജ് വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഉയർന്ന പാക്കേജുകൾ വേണം, പ്രത്യേക ഫെസിലിറ്റികൾ അവിടെ ചെല്ലുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് പേ ചെയ്യുന്നതിന് പ്രശ്നമില്ല. പക്ഷെ നമ്മളെ അവർ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുകയല്ല, നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുമെന്ന്. നിങ്ങളുടെ കൂട്ടുകാരും VFSൽ അപ്പോയിന്റ്മെന്റ് പോകുന്നെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാകട്ടെ. നമ്മൾ അനാവശ്യമായിട്ട് പൈസ ചെലവാക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.